അവിടെ പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. മോദിയും അവരെ ആ തരത്തിൽ ആവേശം കൊള്ളിച്ചാണ് മടങ്ങുന്നത്. എന്താണ് അവിടുത്തെ ഒരു ആംബിയൻസ്? രഞ്ജിത, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം പ്രധാനമന്ത്രി സന്ദർശനത്തെക്കുറിച്ച് പ്രതികരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം തേടാം. പാർട്ടി പ്രവർത്തകരോടൊപ്പം തന്നെ പാലക്കാട്ടെ പൗരാവലി പൂർണ്ണമായിട്ടും നരേന്ദ്രമോദിജിയെ കാണാൻ അദ്ദേഹത്തെ വരവേൽക്കാൻ വന്നിരിക്കുന്നു. ഈ പ്രാവശ്യം പാലക്കാട് NDA ജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരളം മുഴുവൻ BJP NDA തരംഗമാണ്. വലിയ ആത്മവിശ്വാസമാണ്. കാരണം പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, പൊതുസമൂഹമാകെ ഈ റാലിയിൽ അണിനിരുന്നു, ഈ റോഡ് ഷോയിൽ അണിനിരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. വലിയ ആവേശമാണ്. നരേന്ദ്രമോദി അദ്ദേഹത്തെ കാണാൻ ഒരു നോക്ക് കാണാൻ കാലത്ത് മുതൽ 8 മണിക്ക് മുതൽക്ക് തന്നെ കൊച്ചുകുട്ടികളും ആബാലവൃദ്ധം ജനങ്ങളോട് വന്നിരിക്കുകയാണ്. വലിയ മുന്നേറ്റമാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്. നരേന്ദ്രമോദിയെ കേരളം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള സൂചനയാണ്. അതാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. വലിയ ആത്മവിശ്വാസമാണ് പ്രവർത്തകർക്ക് നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം നൽകുന്നത്. കെ സുരേന്ദ്രന്റെ വാക്കുകൾ അതിൽ വ്യക്തമാക്കുന്നു. വലിയ ആത്മവിശ്വാസം, അതായത് മോദിയുടെ ഗ്യാരണ്ടി കേരളം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. മോദിയുടെ റോഡ് ഷോ അത് പ്രവർത്തകർക്ക് നൽകുന്ന ആവേശം വളരെ വലുതാണ്. എങ്ങനെ അദ്ദേഹത്തെ കണ്ടോ? കണ്ടു. അടുത്ത് കാണാൻ ആദ്യമായിട്ടാണോ? അത്ര കണ്ടു. എന്ത് തോന്നുന്നു? സൂപ്പർ. അദ്ദേഹത്തിന്റെ ഒരു വരവ് നല്ല പ്രവൃത്തിയാണ് മൂപ്പർ. എങ്ങനെയാണ് നിങ്ങളുടെ ഇപ്രാവശ്യം വരും? ഉറപ്പായിട്ടും വരും. വൻ ഭൂരിപക്ഷത്തോടെ, ഇതുവരെ പ്രതീക്ഷിച്ചേക്കാളും വലിയ ഭൂരിപക്ഷം ഷുവറാണ്. മോദിയുടെ ഗ്യാരണ്ടിയാണ്. ഗ്യാരണ്ടിയാണ് മോദിയുടെ ഗ്യാരണ്ടി. ഈ വർഷം എന്തായാലും കേരളം പിടിക്കും. നിങ്ങളൊക്കെ പാലക്കാടും പിടിക്കും. ഞങ്ങൾ പാലക്കാട് ടൗണിൽ തന്നെയാണ്. അതെ. കേരളം മാത്രമല്ല, പാലക്കാടും പിടിക്കും. ഗ്യാരണ്ടി. രഞ്ജിത്ത്, അതാണ് പ്രവർത്തകരെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു സന്ദർശനത്തിൽ വലിയ ആത്മവിശ്വാസമാണ്, വലിയ ആവേശത്തിലാണ്. കാരണം പാലക്കാട് ഇത്തവണ താമര വിരിയും എന്ന് ഇവർ ഉറപ്പിക്കുന്നു. ഒപ്പം കേരളത്തിൽ മോദിയുടെ സന്ദർശനത്തിന്റെ ഇമ്പാക്ട് വലുതായിരിക്കും. മോദിയുടെ ഗ്യാരണ്ടി കേരളം സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ പ്രതിഫലനം ഇവിടെയും ഉണ്ടാകും. നമുക്കറിയാം, പാലക്കാട്ടെ ഈ ചൂടിൽ മണിക്കൂറുകൾ കാത്തുനിന്നാണ് നരേന്ദ്രമോദിയെ കാണുവാൻ ഇവർ ഈ രാവിലെ തന്നെ ഇവിടെ എത്തി 7 മണി മുതൽ കാത്തുനിൽക്കുന്നവരെയാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്. അതുതന്നെ മണിക്കൂറുകൾ കാത്തുന്നതിന്റെ ഒരു ആവേശം അവർക്കെല്ലാം തന്നെ ഉണ്ട്. വേറെ ഒരുപാട് സമയമല്ലേ കാത്തുന്നത്? 6 മണി മുതൽ. എന്ത് തോന്നി? അദ്ദേഹത്തെ അടുത്ത് കണ്ടു കഴിഞ്ഞോ? ഇതിനു മുൻപ് അദ്ദേഹം വന്നപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ്. ഒരുപാട് സമയം കാത്തുന്നു. അതെ, ഞങ്ങൾ 6:30 എത്തിയതാണ്. എന്താണ് നല്ല കാര്യം? ആദ്യമായിട്ട് കാണുകയാണ്. എന്താ അദ്ദേഹത്തെ കണ്ടു തോന്നിയത്? സന്ദർശനം എങ്ങനെയാ തോന്നുന്നു? നല്ല ഒരു 400 സീറ്റിൽ മേലെ കയറി പോട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ആദ്യത്തെ തവണയാണ്. തോന്നുന്നു. ഈ വെയിലും ചൂടൊക്കെ വലിയ ബുദ്ധിമുട്ടായില്ലേ? ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ പാലക്കാട്ടുകാർ സഹിക്കണല്ലോ. പ്രധാനമന്ത്രി വരുമ്പോൾ കാണാനുള്ള ഒരു അവസരമുണ്ട്. തീർച്ചയായും. എന്താണെങ്കിലും ഇതാണ് ഇവിടെ ഉള്ളവർക്കെല്ലാം തന്നെ പങ്കുവയ്ക്കാനുള്ളത്. വലിയ ആത്മവിശ്വാസം, നരേന്ദ്രമോദിയെ അടുത്ത് കണ്ടതിന്റെ ആവേശം. എന്താണെങ്കിലും BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ഈ ഒരു റോഡ് ഷോ നൽകുന്ന ഊർജം ചെറുതല്ല. ഈ പോലീസിന്റെ നിയന്ത്രണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അദ്ദേഹത്തിന്റെ അകമ്പടി വാഹനങ്ങൾ തിരിച്ചുപോയിട്ടുണ്ട്. SPGയും പോലീസും ഇവിടെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ റെസ്ട്രിക്ഷൻസ് എല്ലാം തന്നെ മാറ്റുവാൻ അല്പസമയം കൂടി വേണ്ടിവരും. എന്താണെങ്കിലും നിശ്ചയിച്ചതിലും നേരത്തെ റോഡ് ഷോ പൂർത്തിയായിട്ടുണ്ട്. 11:20 തന്നെ അദ്ദേഹം റോഡ് ഷോ പൂർത്തിയാക്കി മടങ്ങിയിരിക്കുന്നു. അദ്ദേഹം ഹെലികോപ്റ്ററിൽ തിരിച്ചതിന് ശേഷം മാത്രമേ ഇവിടുത്തെ ഈ നിയന്ത്രണങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാകുകയുള്ളൂ. എന്താണെങ്കിലും മണിക്കൂറുകൾ കാത്തുനിന്ന BJP പ്രവർത്തകർക്ക് ഇത് ആശ്വാസത്തിന്റെ ഒരു നിമിഷം തന്നെയാണ്. കാരണം അവരുടെ പ്രതീക്ഷ, അവരുടെ നേതാവിനെ തൊട്ടടുത്ത് കണ്ട് പുഷ്പവൃഷ്ടി നടത്തി അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു എന്നുള്ളത് BJP പ്രവർത്തകരെ സംബന്ധിച്ച് അഭിമാനത്തിന്റെ നിമിഷം തന്നെയാണ്. അതിന്റെ ഒരു ആത്മവിശ്വാസം, അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന്റെ ഒരു ആത്മവിശ്വാസമാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നതും. CBI അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പാലക്കാട്ടെ 39 ഡിഗ്രി ചൂടിലും പ്രവർത്തകർക്ക് വലിയ ആവേശം പകർന്ന് രാവിലെ 6 മണി മുതൽ കാത്തുനിന്ന പ്രവർത്തകർക്ക് വലിയ ആവേശം പകർന്ന് നരേന്ദ്രമോദിയുടെ റോഡ് ഷോ എന്നിട്ട് അരമണിക്കൂറോളം നീണ്ടുനിന്ന 1 കിലോമീറ്റർ പിന്നിട്ട് റോഡ് ഷോ അവസാനിച്ചു. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് BJPക്ക് വലിയ ഊർജ്ജം നൽകുന്ന ഒന്നായി ഇത് മാറുകയും ചെയ്യും. വലിയ ആവേശത്തിലാണ് നരേന്ദ്രമോദിയെ പ്രവർത്തകർ സ്വീകരിച്ചത്. പുഷ്പവൃഷ്ടിയായിരുന്നു റോഡിന് ഇരുവശത്തു നിന്നും പ്രവർത്തകർ ചെയ്തത്. ഏതായാലും വലിയ ആവേശകരമായ ഒരു റോഡ് ഷോ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. CBI അനുമോദും വിനേഷ് കുമാറും MS സനീഷ് കുമാറുമാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേള.